ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമരാവതിയിൽ നിന്നും ഭൂകമ്പം തന്നെ സൃഷ്ടിച്ച് നമ്മുടെ ഹരി ഭാര്യയെയും കുഞ്ഞിനെയും കൂട്ടി വീട്ടിലേക്ക് വന്നു കയറിയ നമ്മുടെ ഹരി ഇങ്ങനെ ആകെ പകച്ചു നിൽക്കുന്നു, പ്രത്യേകിച്ച് അപ്പു. ആ സമയത്ത് എന്താടാ പറ്റിയത്, എന്താ നിങ്ങളിങ്ങ് പോകുന്നതെന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവൂട്ടി കഥയൊക്കെ അങ്ങ് പറഞ്ഞു. ദേവൂട്ടി കഥകളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പുവിനോ അല്ലെങ്കിൽ ഹരിക്കോ ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. മിണ്ടാതിരിക്കില്ല, അവരുള്ള സത്യങ്ങളെല്ലാം വിളിച്ചു പറയും, അത് വാസ്തവം തന്നെ. അങ്ങനെ എല്ലാ കഥകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ജയന്തി എന്ന് പറയുന്ന കൊള്ളിപ്പിശാശ് അവിടെ ഉണ്ടല്ലോ, ജയന്തി ഇതെല്ലാം കേട്ട് എന്നൊക്കെയുള്ളൊരു ഒരു ഭാവമാറ്റം കൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും തമ്പി എന്ന് പറയുന്ന ദുഷ്ടന്റെ തനി നിറം എന്താണെന്ന് സാന്ത്വനത്തിലുള്ള എല്ലാവരും തിരിച്ചറിഞ്ഞു ഇവർ വന്നതോടുകൂടി. അങ്ങനെ എല്ലാം തമ്പി ഒപ്പിച്ചു വെച്ചിരുന്ന കൊടും ചതിയുടെ ഇതായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഏതായാലും നമ്മളെ തമ്മിൽ തല്ലിക്കാനായിട്ട് തമ്പി ശ്രമിച്ചതൊന്നും അവിടെ ഫലം കണ്ടില്ലല്ലോ, എല്ലാം പാഴായി പോയില്ലേ. നമ്മുടെ ദേവൂട്ടിയുടെ പിറന്നാൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ വീട്ടിൽ വെച്ച് നടത്താനായിട്ട് നമുക്ക് സാധിച്ചില്ലേ, പിന്നെ എന്താ. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ടെന്നും പറഞ്ഞു ബാലൻ ഇങ്ങനെ പറയുക. എന്നാലും എൻ്റെ അപ്പുക്കിളി, ഈ തമ്പി സാറിന് ഇത് എന്തിൻ്റെ കേടാ? എത്രയൊക്കെ ആയാലും തമ്പി സാർ പഠിക്കില്ലല്ലേ. അങ്ങനെ തമ്പി സാറ് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പുണ്യാളത്തി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ ജയന്തേച്ചി കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, ജയന്തേച്ചി ആരാണ് എന്താണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും നമ്മുടെ അഞ്ജു. അതുകൊണ്ട് കൂടുതൽ ഡയലോഗൊന്നും അടിക്കാൻ നിൽക്കണ്ടാന്ന്. ഓ എൻ്റെ പൊന്നോ, ഞാനായിട്ടൊന്നും പറയുന്നില്ലേ എൻ്റെ പൊന്നെ. നമ്മളിനി എന്തെങ്കിലും മിണ്ടിപ്പോയാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമായിട്ട് എടുക്കാനൊക്കെ ഇവിടെ ഓരോരുത്തരുണ്ടെന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ഓരോ കുത്തും കോളും വെച്ച് ഇങ്ങനെ പറയാം. എന്നിട്ട് ഇതിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ച് സമയം കളയണ്ട, വേഗം കേക്ക് മുറിക്കാവെന്നും പറഞ്ഞു കൊച്ചിനെയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇട്ടിരിക്കുന്ന ഉടുപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഈ ഉടുപ്പ് ആര് വാങ്ങിച്ചു തന്നതാണെന്നൊക്കെ ഇവർ ചോദിച്ചു. അപ്പോഴേക്കും അവർ വാങ്ങി തന്നതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ കുറേ കല്ല് വെച്ച മാലയൊക്കെ എനിക്ക് തന്നു, എൻ്റെ മാലയൊക്കെ അച്ഛൻ തന്നു, എൻ്റെ മാലയൊക്കെ ഊരി വെപ്പിച്ചു, എന്നിട്ട് ഡയമണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് അവരെനിക്കത് തന്നത്. എന്നിട്ട് പിന്നെ ഞാൻ വഴക്കുണ്ടാക്കി അച്ഛൻ്റെയും അമ്മയുടെയും വക തന്ന സമ്മാനങ്ങളെല്ലാം നിർബന്ധിച്ച് മേടിച്ചുകൊണ്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൊച്ചു ഇങ്ങനെ പറയുക. തമ്പി സാർ എന്ത് വിചാരിച്ചിട്ടും ദേവൂട്ടിയെ കയ്യിലാക്കാനൊന്നും കഴിയില്ല, അതാ തമ്പി സാറിന് അറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ജയന്തി. അപ്പോൾ ജയന്തി നീ കൂടുതലൊന്നും സംസാരിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് അവിടെ നിന്ന് നമ്മുടെ ബാലനും പറയുക. അപ്പം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം സമയം കളയാതെ കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരകത്തേക്ക് കയറി പോണു. അങ്ങനെ ഇവരകത്ത് കയറി ചെന്ന് കേക്ക് മുറിക്കാൻ ഉള്ള ഒരു സെറ്റപ്പൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൂ ഹരിയും. ഇവർ വരുമെന്നുള്ള പ്രതീക്ഷയോടു കൂടി അവർ ചെയ്തിരിക്കുന്ന ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോൾ അവർ വന്നില്ലായിരുന്നെങ്കിൽ, തമ്പിയുടെ ചതിയിൽ അവർ പെട്ടുപോയിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷത്തേക്ക് അപ്പവും ഹരി ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ അത് അവർക്ക് വല്ലാത്തൊരു തീരാ ദുഃഖമായി മാറിയേനെ എന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ആകാതിരുന്നത് എന്തോ മഹാസൗഭാഗ്യം എന്നുള്ള രീതിയിൽ തന്നെ ഇവരിങ്ങനെ ചിന്തിക്കുക കേട്ടോ. അങ്ങനെ ഒരു സംഭവങ്ങളും കാര്യങ്ങളും അവിടെ എങ്ങനെ നടക്കണം. അങ്ങനെ അതെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ജയന്തി എന്തായാലും ഇവിടുത്തെ ആഘോഷങ്ങൾ തമ്പി സാറിനെ കാണിച്ചു കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ മൊബൈലിൽ മുഴുവൻ വീഡിയോയിൽ പകർത്തുക. അപ്പോഴേക്കും ബാലനും ദേവിയും കൂടെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് അവിടെ കേക്ക് മുറിപ്പിക്കുന്നു. എല്ലാവരും ചുറ്റിനും കൂടി നിന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ ദേവൂട്ടിയുടെ പിറന്നാൾ നല്ല ഗംഭീരമായിട്ട് അവർ വീട്ടിൽ ആഘോഷിച്ചു. അങ്ങനെ എല്ലാം ആഘോഷങ്ങൾക്കും ഒടുവിൽ ഇതാണ് ഒത്തൊരുമ, ഇതാണ് സാന്ത്വനം കുടുംബം എന്ന് പറഞ്ഞ ജയന്തി പതിവ് പല്ലവിയോടുകൂടി ഇവരുടെ മുന്നിൽ അഭിനയിച്ച് തകർക്കാൻ നിൽക്കുക. അപ്പോൾ ജയന്തിയോട് ഒത്തിരി അഭിനയിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു നമ്മുടെ അഞ്ജു. ഇത്രയും നേരം ഇവിടെ നിന്ന് പറഞ്ഞതും ചെയ്തതൊക്കെ എന്താണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ജയന്തിച്ച് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കേണ്ടാന്ന്. അപ്പോൾ ദേവി പറഞ്ഞു, അഞ്ജു നീ മിണ്ടാതിരിക്കേ, ഇനി അതിനെപ്പറ്റി ഒന്നും മിണ്ടാനൊന്നും പോകണ്ടെന്ന്. നമ്മളൊന്നും മിണ്ടുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് അഞ്ജു ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞ് കേക്ക് മുറിച്ച് എല്ലാവർക്കും ആളാം വീതം വായിൽ വെച്ച് കൊടുത്തു, കുഞ്ഞിന് വായിൽ വെച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അഞ്ജുവും അതുപോലെ ശിവനും കൂടി ദേവൂട്ടിക്ക് സമ്മാനം കൊടുക്കുന്നു. അങ്ങനെ അവരുടെ സന്തോഷം. പിന്നെ അവിടെ കേക്ക് മുറിച്ച് എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നു. ഇതേ സമയത്ത് തമ്പിയാണെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ വയ്യാതെ നാണം കെട്ടി ഇങ്ങനെ അവിടെ നിൽക്കുക. അമരാവതിയിൽ എല്ലാവരും ഇങ്ങനെ അടക്കം പറഞ്ഞ് എല്ലാവരും ഫംഗ്ഷൻ എല്ലാം പകുതി വെച്ച് മുടങ്ങിയതുകൊണ്ട് പോകുകയും ചെയ്തേ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും തമ്പിയുടെ അടുത്തേക്ക് അംബിക ചെന്നു. ഇത്രയും കാലം നിങ്ങൾ നല്ലവനായി എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് വെറുതെ ആയിപ്പോയില്ലോ എന്നും പറഞ്ഞുകൊണ്ട്, ഇത്രത്തോളം തമ്പിയേട്ടൻ അധപ്പതിച്ചൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ ഇനി ഒരിക്കലും അപ്പുവിനെയോ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുമോളെയോ കാണാനോ അല്ലെങ്കിൽ
അവരുടെ അരികിലേക്കൊന്നും ചെല്ലാൻ പോലും സാധിക്കില്ലാത്തത് കാരണം നിങ്ങൾ അങ്ങനെ കുരുക്കി ഇട്ടില്ലേ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തമ്പി ഒന്നും മിണ്ടുന്നില്ല. എന്തിനാ തമ്പിയേട്ടാ ഇത്രത്തോളം കള്ളത്തരങ്ങൾ കാണിച്ചത്? ഇനി അപ്പുവിന് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പോണില്ലെന്നുള്ള കാര്യവും അംബിക പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പിക്ക് മിണ്ടാട്ടമില്ല. മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ ഇരിക്കുക, താൻ ചെയ്തു പോയ ഒരു വലിയ അബദ്ധത്തെ പറ്റി ഓർത്ത്. അപ്പോൾ ചേച്ചിയും പറഞ്ഞു, ഒന്ന് നിനക്കൊന്ന് ശ്രദ്ധയോടുകൂടി ചെയ്തുകൂടായിരുന്നോ തമ്പി? ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പഠിക്കൽ കൊണ്ടേ കല ഉടച്ച് കളഞ്ഞില്ലേടാ നീ എന്നും ചോദിച്ചുകൊണ്ട് ചേച്ചി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ലെന്ന് പറഞ്ഞപ്പോൾ ഇതിനപ്പുറം വിചാരിക്കുന്നവനാണല്ലോ നീ. നിനക്ക് ഇന്നെന്താ പറ്റിയതെന്ന് ചോദിച്ചു. ഇപ്പം കണ്ടില്ലേ, എല്ലാം അങ്ങ് നശിപ്പിച്ച് കളഞ്ഞപ്പോൾ സമാധാനമായില്ലേ? ഇനി അപ്പുവിനെയോ ഹരിയെയോ ഇങ്ങോട്ടേക്കൊന്ന് വിളിക്കാനോ അല്ലെങ്കിൽ അവർ ഈ പടി കയറുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഹരി പറഞ്ഞിട്ട് പോയത് നീ കേട്ടല്ലോ, മരിച്ചെന്ന് പറഞ്ഞാൽ പോലും വരില്ലെന്നുള്ള കാര്യം. ഇനി നീ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയിട്ടാ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്നൊക്കെ ഇങ്ങനെ ചേച്ചി അനിയനോട് ചോദിക്കുവാണ്. അങ്ങനെ തമ്പി മൊത്തത്തിൽ പതനമായിട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് സാന്ത്വനത്തിലെ നമ്മുടെ ദേവൂട്ടിയുടെ പിറന്നാളാഘോഷം നല്ല ഗംഭീരമായിട്ട് വീഡിയോ എടുത്ത് ഈ ജയന്തി തമ്പിയുടെ ഫോണിലേക്ക് ഇട്ട് കൊടുത്തു. ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തമ്പിയുടെ കിളി അങ്ങ് പാറി. തമ്പി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കും അവിടെ. എന്തായാലും ആ ഒരു ആഘോഷം അതൊരു അടിപൊളി ആഘോഷം തന്നെയായിരുന്നു. തമ്പിയുടെ നെഞ്ചത്ത് ചവിട്ടി കൊണ്ട് തന്നെ ആഘോഷം നടത്തിയത് നമ്മുടെ ഹരി. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവൂട്ടിയുടെ പിറന്നാളാഘോഷം നല്ല പൊടി പൊടിച്ച് സാന്ത്വനംകാർ നല്ല പാട്ടും ഒക്കെ ആയിട്ട് ആഘോഷിച്ച് തീർത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടി നിർത്തി നമ്മുടെ ജയന്തി ഒരു ഫോട്ടോയും കൂടി അങ്ങ് എടുത്തു. അപ്പോൾ എന്തൊരു ആഘോഷത്തിനൊടുവിലും സാന്ത്വനത്തിലൊരു ഫോട്ടോ, സെൽഫി ഇതൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ജയന്തി ഒരു ഫോട്ടോയും കൂടെ അങ്ങ് എടുത്ത് അതും കൂടെ അങ്ങ് തമ്പിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ തമ്പിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? തമ്പിയുടെ സ്വസ്ഥത മൊത്തത്തിൽ പോയില്ലേ. അങ്ങനെ രസകരമായ രീതിയിൽ നമ്മുടെ ദേവൂട്ടിയുടെ പിറന്നാളാഘോഷങ്ങൾ അവിടെ നടന്നു. കാറും കോളും കാർമേഘങ്ങളും എല്ലാം ഒഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും നാളായിട്ട് നമ്മുടെ കണ്ണൻ അങ്ങോട്ടേക്കൊന്ന് വരികയോ അല്ലെങ്കിൽ ഇവരുമായിട്ടൊക്കെ ഒന്ന് സഹകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്നൊരു ദിവസം കണ്ണൻ ഇങ്ങനെ വിളിച്ചു, ഞാൻ അങ്ങോട്ടേക്ക് വരികയാണെന്നും പറഞ്ഞു. അപ്പോൾ കണ്ണൻ വരുന്ന കാര്യത്തിൽ ഇവർക്ക് എല്ലാവർക്കും സന്തോഷം. പക്ഷെ കണ്ണൻ വരുന്നത് ചുമ്മാതെയല്ല, ഇവരുടെ എല്ലാവരുടെ ഒരു കിഡ്നിയെങ്കിലും ചോദിക്കണം എന്നുള്ളൊരു രീതിയിലാണ് കണ്ണൻ അങ്ങോട്ടേക്ക് വരുന്നത്. കണ്ണൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുരൂഹതകൾ മറഞ്ഞിരിക്കുന്നു. കണ്ണൻ ചെന്നൈയിൽ എന്ത് ചെയ്യുകയായിരുന്നു, കണ്ണൻ്റെ ജീവിതത്തിന് എന്ത് സംഭവിച്ചു, കണ്ണൻ്റെ ജോലിക്ക് എന്ത് സംഭവിച്ചു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ക്ലൈമാക്സ് എപ്പിസോഡുകൾ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എന്തായാലും ഇനി വളരെ ചുരുക്കം നാളുകൾ മാത്രമേ നമ്മുടെ കഥ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ്റെ കാര്യവും മറന്നു പോകരുതേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്.